പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ദുഃഖരാനയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരാവശ്യം വന്നിരിക്കുക, അത് അനുവദിക്കപ്പെടും. 6 ദിവസം കുടുംബജീവിതം ജീവിക്കാം, 1 ദിവസം പൗരോഹിത്യ ശുശ്രൂഷ. കൊച്ചന്മാർക്കെല്ലാം ലോട്ടറി അടിച്ച ലക്ഷണം. പ്രായമായവർ പിന്നെ എന്ത് ചെയ്യാനാ, മറ്റു വഴിയില്ല. ലോട്ടറി അടിച്ചിരിക്കുക കൊച്ചന്മാർ. നിങ്ങൾ ഭാഗ്യമുള്ളവരാ. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതായിട്ട് വൈദികരായ കൊച്ചന്മാർക്കെല്ലാം വലിയ നന്മകളാണ്, ഭയങ്കര സന്തോഷമാണെന്നാണ് കേൾക്കുന്നത്. ഇതിങ്ങനെ കാരണം ഇപ്പോഴത്തെ സമവായം പോലെ തന്നെ ഇനിയും തുടർന്നുണ്ടാകുമ്പോൾ അതിൽ വലിയ രസകരമായിട്ടുണ്ടാകുന്നൊരു തീരുമാനമാണ് 6 ദിവസം കല്യാണം കഴിച്ചിട്ട് 6 ദിവസം ഭാര്യയുടെ കൂടെ ജീവിക്കാം, 1 ദിവസം വന്ന് പള്ളിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നെല്ലിശ്ശേരി അച്ഛ മരിക്കേണ്ടി വന്നാലും ഞങ്ങളുണ്ട് അച്ഛൻ്റെ കൂടെ വന്ന് മരിക്കാൻ നിവൃത്തിയില്ല. ഇനി ആരെങ്കിലും ഈ കാര്യത്തിൽ തല്ലിക്കൊല്ലുന്നെങ്കിൽ മരണം വരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അച്ഛ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? നരകത്തിന് വേണ്ടി ജീവിക്കുന്നതിന് ആ ജീവിതത്തിനൊരു പ്രത്യേകതയില്ലല്ലോ. നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാം അച്ഛ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ കൂരിയാംഗങ്ങളെ പിരിച്ചുവിട്ടു. കൂരിയാംഗങ്ങൾ ദൈവത്തിന് പറന്നവരാണ്. അതുകൊണ്ടാണ് അവർ മറ്റേ ഈ ഇടവകപ്പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫർ കൊടുത്തിട്ട് പോകാതെ ഗുസ്തി പിടിച്ച് നിൽക്കുന്ന എൻ്റെ ഇടവകയിലെ പുരോഗതി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് മാറിപ്പോയി. ഇങ്ങനെയുള്ള കുറേ ജീവിതങ്ങളുണ്ട്. അവരെന്ത് ചെയ്താൽ പോവില്ല. കാരണം ദൈവത്തിന് പിറന്നവർക്ക് മാത്രമേ ദൈവത്തെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അധികാരികളുടെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമെന്നാണ് ഈ വൈദികരുടെ ചില വിശുദ്ധാത്മാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാകുന്നവരും സത്യസന്ധരായി ജീവിക്കുന്നവർക്കുമൊക്കെ പരിശുദ്ധ കുർബാനയാണ് വലുത്, അധികാരമല്ല, തന്നിഷ്ടമല്ല. അതുകൊണ്ട് ആ 3 പേരും സന്തോഷത്തോടെ സ്ഥലം മാറിക്കൊടുത്തു. നിങ്ങൾ ഒരു കാര്യത്തിൽ വളരെ സത്യമാണ്, നിങ്ങൾ വിശ്വസ്തരായിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചതുകൊണ്ട് മരണം വരെ നിങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഞാൻ പറയട്ടെ, വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത, ഇതില്ലെങ്കിൽ പിന്നെ പൗരോഹിത്യത്തിന് എന്താ വില? വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത, ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരു ദൈവവിശ്വാസം കൊണ്ട് നന്മയുണ്ടാകാൻ പോകുന്നില്ല. ഒരു ദൈവവിശ്വാസം ഇന്ന് പേര് കേട്ടിട്ട് എന്താ കാര്യം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൊടിയ തിന്മയ്ക്ക് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. പാമ്പ്ലാനി പിതാവ് യോഗ്യനാണോ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ? അങ്ങനെയാണെങ്കിൽ എല്ലാ മക്കൾക്കും നന്മ വരാനായിട്ട് അത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടടുത്ത് തീരുമാനമെടുത്തെടുത്തുനിന്ന് മറിക്കുന്ന ഇത്തരത്തിലുള്ള കൊടിയ തിന്മകൾ. എൻ്റെ നാട്ടിൽ പിതാവേ സങ്കടം തോന്നുക ആ പിതാവിനെ ഓർത്തിട്ട്. മറ്റേത് പിന്നൊരു ഭീകരവാദി മാതിരി വടക്കുന്ന് വന്നതല്ലേ, കണ്ടാലും അങ്ങനെ. പക്ഷേ എന്താ പറയുക, പ്രവൃത്തിയും വാക്കുമൊക്കെ അങ്ങനെ. അതായത് കള്ളനും പോലീസും കൂടെ ഒന്ന് ചേരുക, മോഷ്ടിക്കപ്പെട്ട വീട്ടുകാരനെ വീണ്ടും പീഡിപ്പിക്കുക, അവൻ്റെ പേരിൽ കള്ളക്കേസെടുക്കുക, കള്ളത്തരത്തിൽ അവനെ അറസ്റ്റ് ചെയ്ത് വണ്ടിയെ കൊണ്ടു നടന്ന് പീഡിപ്പിക്കുക. അവിടെയും ഞങ്ങളാരും ചീത്ത പറഞ്ഞിട്ടില്ല, ബഹളവും വച്ചിട്ടില്ല, കാല് തല്ലി ഓടിക്കുമെന്നും കൈ വെട്ടുമെന്നും ഇതൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഇല്ല, ഇത് തോമാസ് ലീഹായുടെ ഇന്ന് 8 അച്ഛന്മാർ കൂടി ബലിയർപ്പിച്ചെടുത്താണ് ഞാൻ ബലി പങ്കെടുത്ത്. POC ഇന്ന് 8 അച്ഛന്മാരുടെ ബലിയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ഈ ബലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെയെങ്കിലും കിട്ടി ചപ്പും ചവറും തിന്നിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളില്ലേ? ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീവ്രമായ ആഗ്രഹത്തിൽ മരിക്കേണ്ടി വന്നാലും ഇവരോട് കോംപ്രമൈസ് ചെയ്യില്ല, നരകത്തോട് കോംപ്രമൈസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വൈദികർക്കും വളരെ സന്തോഷത്തിൽ അടുത്ത ഇത് വരുന്നത്, സമവായം വരുന്നത് വിവാഹമാണ്. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാൻ പോകണം. ഒരച്ഛനും ഒരു കൊച്ചച്ഛൻ പറഞ്ഞതാണ്, ഇത് ഇനി നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും, ഉറപ്പ്. അതാണ് കാരണം സഭയുടെ മുതൽ കൈകാര്യം ചെയ്യാം, കുടുംബജീവിതം ജീവിക്കാം, അതുപോലെ തന്നെ അടിപൊളി കിട്ടിയ ജോലിയൊക്കെ ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാം. വെരി ഗുഡ്. ബലിയായി തീരാൻ വരുന്നവർ കൈ കിട്ടിയവനെയൊക്കെ പിടിച്ച് ബലിയർപ്പിക്കുന്ന ഈ കൊടിയ തിന്മയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിലക്കട്ടെ, നിയന്ത്രിക്കട്ടെ.
പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തോടെ ജീവിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അങ്ങനെ ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. ഒന്ന് ഷെയർ ചെയ്യുമല്ലോ.